കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ നാൾ വഴികളിൽ നിന്ന് 24-ാം ദിവസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ദൈവവചനങ്ങളെ അടിസ്ഥാനമാക്കി വിശുദ്ധ വലിയ നോമ്പ് യാത്ര ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. വലിയ നോമ്പ് എന്നത് കേവലം ചില ഭക്ഷണക്രമീകരണങ്ങളോ ചിട്ടവട്ടങ്ങളോ പാലിക്കുന്ന ആളുകൾ മാത്രമല്ല, മറിച്ച് അന്ധകാര നിബിഡമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രകാശപൂർണമായ ജീവിതാനുഭവത്തിലേക്കുള്ള ഒരു യാത്രയാണത്. അതായത് സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ദൈവത്തിൻ്റെ വലിയ മനസ്സിനെ പറ്റിയും യഥാർത്ഥ നോമ്പ് അനുഭവ യാത്രയെപ്പറ്റിയും പ്രതിപാദിക്കുന്നു. ഈ വചനഭാഗം പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായി, നോമ്പ് ദൈവസ്നേഹത്തിൻ്റെ പ്രതികരണം. നോമ്പ് ദൈവസ്നേഹത്തിൻ്റെ പ്രതികരണം. ലെൻഡ് ബിഗിൻസ് വിത്ത് ലോഡ്സ് ലവ്. നോമ്പ് ആരംഭിക്കുന്നത് നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം കാരണമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. നമ്മുടെ ചില ത്യാഗങ്ങൾ കാരണമല്ല ഈ നോമ്പുകാലം ഉണ്ടായത്. അതിന് കാരണം ദൈവത്തിൻ്റെ അദമ്യമായ സ്നേഹം ഒന്ന് മാത്രമാണ്. നാം ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ നമ്മെ സ്നേഹിച്ചു. അത് സ്വപുത്രനെ നൽകുന്ന ത്യജിക്കുന്ന സ്നേഹമാണ്. നമ്മുടെ സഹനങ്ങളല്ല നമ്മുടെ രക്ഷയ്ക്ക് നിദാനം, പിന്നെയോ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. അതിനാൽ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ഈ നോമ്പിനെ ഒരു ഭാരമായിട്ടാണോ, ബേർഡനായിട്ടാണോ, അതോ ദൈവസ്നേഹത്തോടുള്ള ഉത്തരവാദിത്തമായിട്ടാണോ കാണുന്നത്? രണ്ടാമതായി, നോമ്പ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വിളി. നോമ്പ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വിളി. എ കോൾ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. നോമ്പ് എന്നത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളവയാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം. നാം പലപ്പോഴും നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും സ്വയം നീതീകരണത്തിലൂടെ ഇരുട്ടിൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. തകർന്ന ബന്ധങ്ങൾ, സ്വാർത്ഥത, സഹോദരങ്ങളോടുള്ള അവഗണന എന്നിവയെല്ലാം ഇരുട്ടിൻ്റെ ഭാഗമാണ്. ഈ നോമ്പ് നാളുകളിൽ നമുക്ക് സ്വയം പരിശോധിക്കാം. ഞാൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? നോമ്പ് നമ്മെ സ്വയം ദണ്ഡിപ്പിക്കാനുള്ളതല്ല, മറിച്ച് സ്നേഹവാനായ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ സത്യസന്ധമായി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനുള്ളൊരു അവസരമാണ്. മൂന്നാമതായി, നോമ്പ് ദൈവം മുമ്പാകെയുള്ള സത്യസന്ധമായ ജീവിതം. നോമ്പ് ദൈവം മുമ്പാകെയുള്ള സത്യസന്ധമായ ജീവിതം. ഹോണസ്റ്റ് ലിവിങ് ബിഫോർ ഗോഡ്. സത്യസന്ധതയാണ് നോമ്പിൻ്റെ കാതൽ. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ ചെയ്യപ്പെട്ടിരിക്കയാൽ അവ വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. വെളിച്ചത്തിലേക്ക് വരിക എന്നാൽ ഒളിച്ചുകളികളില്ലാതെ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് രൂപാന്തരപ്പെടുക എന്നാണ് അർത്ഥം. അവിടെ ആത്മീയമായ യാതൊരു നാട്യങ്ങളുമില്ല. ആഹാരം ത്യജിക്കുന്നതിനോടൊപ്പം വിദ്വേഷം കൂടി ഉപേക്ഷിക്കുമ്പോഴാണ് നോമ്പ് പൂർണ്ണമാകുന്നത്. വെറും പ്രാർത്ഥനയല്ല, ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ പ്രാർത്ഥനയാണ് ആവശ്യം. ദാനധർമ്മങ്ങൾക്കൊപ്പം നമ്മുടെ ഹൃദയം കൂടി നൽകുവാൻ നമുക്ക് കഴിയണം. നാം സത്യത്തിൽ നടക്കുമ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കും. വലിയ നോമ്പ് എന്നത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും നാശത്തിൽ നിന്ന് രക്ഷയിലേക്കും ഭീതിയിൽ നിന്ന് വിശ്വാസത്തിലേക്കുമുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. ക്രൂശിതൻ്റെ വഴിയിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ പ്രത്യാശ നമ്മെ നയിക്കട്ടെ. പ്രകാശം ഇരുട്ടിൽ പ്രവേശിച്ച് നമ്മെ വീണ്ടെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഈ നോമ്പുകാലത്ത് സത്യത്തെ ധൈര്യപൂർവ്വം നേരിടാനും ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരം പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാരത്തിൻ്റെ തടവറയിൽ നിന്ന് അങ്ങയുടെ മഹത്വപൂർണമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.